നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു.ഡി.എഫിന് ഒരു വലിയ കീറാമുട്ടിയായിരിക്കുകയാണ് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത്. അൻവർ എന്ന ആ തലവേദന യു.ഡി.എഫിന് പരിഹരിക്കാൻ സാധിക്കുമോ? എന്താണ് യു.ഡി.എഫ് അൻവറിലൂടെ ലക്ഷ്യമിടുന്നത്? ഈ ഫാൻറ്റം എന്നുള്ള സിനിമയിൽ കൊച്ചി ഹനീഫ പറയുന്നൊരു കാര്യമുണ്ട്. പേമാരി, സുനാമി, വെള്ളപ്പൊക്കം, തിരമാല, പാൻറ്റം പൈരി, ഇങ്ങനെ സകല സാധനവും കടന്നു വരുന്നത് ഈ കേരളത്തിലേക്കാണ്. അതുപോലെ ഈ സകല സാധനവും കടന്നു വരുന്നത് ആര് വന്നാലും പോയാലും യു.ഡി.എഫിൻ്റെ നെഞ്ചത്തോട്ടാണ്. സത്യത്തിൽ അൻവർ യു.ഡി.എഫിന് പ്രശ്നമാകേണ്ടതല്ല, ബിക്കോസ് ഹീസ് ഫോർ എൽ.ഡി.എഫ്. പക്ഷേ ഇതും എൽ.ഡി.എഫ് അവിടുന്ന് ഗോവിന്ദമാഷും പിണറായും കൂടി മറ്റേ ബൈജു ലൂസിഫർ സിനിമയിൽ സുമോ ഈ ലാത്തിചാർജ് വരുന്നതിന് മുമ്പ് സുമോയിൽ കയറിയിട്ട് മറ്റേ സുന്ദരാമാളുടെ പാട്ട് വിട്ട് AC വിട്ടിരിക്കുന്നില്ലേ, അതേപോലെ അവർ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ടെൻഷൻ മൊത്തം യു.ഡി.എഫിനാണ്, ചർച്ചകൾ മൊത്തം യു.ഡി.എഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതാണ് യു.ഡി.എഫിൻ്റെ അവസ്ഥ. ഈ കൊച്ചി ഹനീഫ പറഞ്ഞ പോലെയാണ്, എന്ത് വന്നാലും ഈ നാട്ടിലോട്ടാണ്, എന്ത് വന്നാലും കോൺഗ്രസിൻ്റെ നെഞ്ചത്തോട്ടാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിന് സംഘടനാ സംവിധാനം ഇല്ലാത്തതാണ്. ഫ്ലൂക്കിന് ജയിച്ചു പോകുന്നു. ചില സാമുദായിക സംഘടനകൾ വോട്ട് കൊടുക്കുന്നു, അതുകൊണ്ട് ജയിക്കുന്നു. ആ സാമുദായിക സംഘടന കൊടുത്തില്ലെങ്കിൽ തോറ്റു പോകുന്നു. പിന്നെ ഈ പറയുന്ന കാലാകാലങ്ങളിൽ സ്ഥിരം മുഖങ്ങളും സ്ഥിരം കുടുംബങ്ങളും മാത്രം മത്സരിക്കുന്നു. പുതിയ മുഖങ്ങളോ പുതിയ പിള്ളേരോ ഒന്നും വരുന്നില്ല. അപ്പോൾ അത് അവർ ദുർബലമാണ്. അപ്പോൾ CPM-ൻ്റെ ഇത് കളി നടക്കില്ലല്ലോ, അവർക്ക് സംഘടനാ സംവിധാനമുണ്ട്. RSS-ന് BJP ഞാൻ പറയുന്നില്ല, RSS-ന് എടുത്ത് നടക്കുമോ? ഇല്ല, അതിന് സംഘടനാ സംവിധാനമുണ്ട്. അപ്പം RSS ഉള്ളതുകൊണ്ട് BJP-ൻ്റെ അടുത്ത് പരിധി കൂടുതൽ നടക്കില്ല, അതായത് ഇത് സ്ട്രോങ് ആയ സ്ഥലങ്ങളിൽ. കേരളത്തിലെ പിന്നെ നോക്കണ്ട, അതിന് വേറൊരു സെറ്റപ്പാണ്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അൻവർ ബേസിക്കലി എൻ്റെ സ്റ്റാൻഡ് അന്നൊന്നും പറയില്ല. അൻവർ CPM-ൻ്റെ ട്രോജനാണ്. അത് എങ്ങനെയെന്ന് നിങ്ങൾ അത്ഭുതമുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ താവഴികൾ അറിയണമെങ്കിൽ നിങ്ങൾ വേറെ സംഭവം നോക്കിയാൽ മതി. ഉമ്മൻചാണ്ടി സാറിൻ്റെ തുടർഭരണത്തിന് തടസ്സമിട്ട ആ ഗവൺമെൻറ് മൊത്തം നാണം കെടുത്തിയ ഒരു വിവാദ നായിക, അവരുടെ നാൾവഴികൾ ഏത് ഘട്ടങ്ങളിലൂടെയാണ് ഏത് തലങ്ങളിലൂടെയാണ് വന്നത് എന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യപ്പെട്ടതെന്ന് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ പ്രശാന്തിന് അറിയാമല്ലോ. ഇതേമാതിരി UDF വളയത്തിലേക്ക് കയറ്റി വിട്ടിരിക്കുന്ന ആളാണ് അൻവർ. കാരണം ഞാനങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. കാരണം അൻവറിന് കോൺഗ്രസ്സിൽ ഒന്നും അല്ലാതെ പോയ അൻവറിനെ ഈ സ്ഥാനത്ത് പിടിച്ചെടുത്തത് പിണറായിയാണ്. അപ്പോൾ അൻവർ ഞാനും ഒക്കെ ഏതാണ്ട് ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളാണ്. സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ കോൺഗ്രസ്, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട്, ഐ ഗ്രൂപ്പ് ഞങ്ങളൊക്കെ. അൻവർ പ്രഖ്യാപിത കോൺഗ്രസ്. പിന്നെ ഞങ്ങൾ ആ ഒരു കൾച്ചറൽ ബെൽറ്റിൽ നിന്ന് വരുന്ന ബെൽറ്റിൽ വരുന്ന ആളുകളെ പക്ഷേ ഒരു വലിയൊരു ഗുണം ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നവരായിരിക്കും. അപ്പം ഞാനാണെങ്കിലും എന്നെ സഹായിച്ച ആൾ, ഞാൻ രാഷ്ട്രീയ വിമർശനം നടത്തുന്നതിന് മുമ്പ് നമ്മളെ സഹായിച്ച ആളുകളാണെങ്കിലും നമ്മൾ ഒബ്ജക്റ്റീവായി വിമർശിക്കരുത്. പക്ഷേ എനിക്ക് പിന്നെ അത് മനസ്സിലായി, ജയശങ്കർ വിമർശിച്ച അവർക്ക് വിഷമമല്ല, ഞാൻ വിമർശിച്ച അവർക്കത് വിഷമമാണ്. അതുകൊണ്ടുകൂടി ഞാനിപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് പറയുകയാണ് ഇന്നാളെ പറ്റി ഒരു വിഷയമുണ്ട് സംസാരിക്കണം, നെഗറ്റീവാണെങ്കിൽ ഞാൻ സംസാരിക്കില്ല. കാരണം ഉണ്ടോ ഒന്ന് നന്ദി കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം ഒബ്ജക്റ്റീവ് ആകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരാളാണ് അൻവർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇന്ന് കാണുന്ന ഈ പൊളിറ്റിക്കൽ ലൈഫ് കൊടുത്ത പിണറായിയാണ്. പിണറായി അൻവർ ഒറ്റും എന്ന് ഒരു ഫീലും എനിക്കില്ല. ഞാൻ ഒറ്റില്ല, എനിക്കറിയാം. എനിക്കങ്ങനെ ലൈഫ് എന്ന ആളുകളുണ്ട്. അത് ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, അവർക്കും അത് താല്പര്യമില്ല. അതിലൊരാൾ പേര് മർത്തമ്മ തിരുമേനി, ജോസഫ് തിരുമേനി ഒരാൾ, അതിനുശേഷം ആളുണ്ട്. അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടും. മറ്റുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കത് ഇഷ്ടമാണ്. അങ്ങനെ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ആളുകൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഇവരെയൊന്നും നമ്മൾ അവരെ കാണുന്ന പോലെ അൻവറിൻ്റെ ഷൂസിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പിണറായി അൻവർ കാണുന്നു. ആ അൻവർ പിണറായി മനസ്സാർന്ന് ഒറ്റൊന്നും ഒരു ഫീലും എനിക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത തവണ ഈ ഗവൺമെൻറ് വരണമെങ്കിൽ ലീഗിൻ്റെ സീറ്റ് കുറയ്ക്കണം, ആ മേഖലയിൽ പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ ഉറപ്പിക്കണം. അതിൻ്റെ ഭാഗമായി അൻവറിന് ഉരുവിട്ടാന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അൻവർ ഒറ്റയ്ക്ക് ജയിക്കുകയോ വേറെ എന്തെങ്കിലും സാഹചര്യത്തിലൂടെ വരികയോ ചെയ്യും. അൻവറിന് പോയ വോട്ടുകൾ അവിടെ മുസ്ലിം വോട്ടുകളെ കൻവാസ് ചെയ്യാൻ പറ്റും. പിന്നെ ആരും അഡ്രസ്സ് ചെയ്യാത്ത, എന്നാൽ കാര്യമായിട്ട് മലബാറിൽ ഫ്ലറിഷ് ചെയ്യുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, അവിടെ മയക്കുമരുന്ന് കള്ളക്കടത്തില്ല, സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ വിഭാഗത്തിന്, അതേപോലെ തന്നെ ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളാണ് അൻവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് രണ്ട് UDF-ൻ്റെ വോട്ടാണ്. അതിൽ വിള്ളലുണ്ടാക്കിയാൽ മതി, അൻവർ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മതി, ഒരുത്തിരി അൻവർ തന്നെ മത്സരിച്ചാൽ മതി, വോട്ട് സ്പ്ലിറ്റ് ആവും. അതിൻ്റെ ഗുണം LDF-നല്ലേ കിട്ടും. അവസാനം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പറയുന്ന വിശാല മനസ്കനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അൻവർ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്, അതാണ് അൻവറിൻ്റെ കളിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അൻവർ ഈ പറഞ്ഞ DMK ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. DMK പിന്നെ CPM വേണം, അൻവർ വേണമെന്ന് വെച്ചാൽ DMK അൻവറിനാണ് DMK-ന് CPM-ന് ചൂസ് ചെയ്യുള്ളൂ. തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പിന്നെ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പൊളിറ്റിക്സിലെ BJP-യുടെ B ടീമാണ് കോൺഗ്രസിനുള്ളത് കുത്തുന്നത്.
ആ ടീമിൻ്റെ കൂടെ കൂടിയിട്ട് ഇവിടെ UDFിൻ്റെ ഭാഗം നോക്കാൻ നടക്കില്ല. അതിൽ നല്ല അൻവറിൻ്റെ പാർട്ടി ഉണ്ടാക്കുക. ഇത് അൻവറിന് അറിഞ്ഞൂടായിട്ടാണോ? അല്ല. അപ്പോൾ അൻവർ മൊത്തം കൺഫ്യൂഷൻ ഉണ്ടായി. ഈ കൺഫ്യൂഷൻ ആരാ ബാധിക്കുന്നത്? കെട്ടുറപ്പുള്ള CPM-നെ ബാധിക്കില്ല, UDFിനാണ് ബാധിക്കുന്നത്. അപ്പോൾ അൻവർ അവിടെ മത്സരിച്ചാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അൻവറിനെ സംബന്ധിച്ച് ഇന്ന് പറയുന്നതല്ല അൻവർ നാളെ പറയാം. പിന്നെ അൻവർ ഇതൊന്നും പ്രത്യേക ഒരു മാനസികാവസ്ഥയെ പറയുന്ന വിചാരിക്കണം. അൻവർ ബിസിനസ് നമ്മളെപ്പോലെ ഒന്നല്ല. അൻവർ ബിസിനസ് തന്നെയാണ്. ഒരു ബിസിനസ്സാണ് ഒരിക്കലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻ എടുക്കുന്ന പോലെ തീരുമാനം എടുക്കുകയല്ല. രാജീവ് തീരുമാനം എടുക്കുകയാണ് അങ്ങനെ കൂട്ടിയും കുറച്ചും നമ്മളതിലെ AB A2 AB+B² അങ്ങനെയല്ലേ. കാരണം രാജീവ് അങ്ങനെ എടുക്കുള്ളൂ. സുരേന്ദ്രൻ അങ്ങനെ എടുക്കണമെന്നില്ല. സുരേന്ദ്രൻ ചിലപ്പോൾ ഒന്നും കൂടി രണ്ടല്ല വലിയ ഒന്നെന്ന് സുരേന്ദ്രൻ പറയും. അത് സുരേന്ദ്രൻ കുറച്ചുകൂടി വേറെ രീതിയിലുള്ള ആളാണ്. സുരേന്ദ്രൻ്റെ കഴിവുകേടല്ല, സുരേന്ദ്രൻ ഗ്രാസ് റൂട്ടിൽ വന്ന രണ്ട് നദികൾ ചേർന്ന് വലിയൊരു നദിയായി പോകുന്ന ആൾ കണ്ട. രാജീവ് വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വന്ന ആളാണ്. പ്രിസിഷൻ ഉണ്ട് രാജീവ്. മറ്റേത് കുറച്ച് വിശാലമാണ്. അത് രണ്ട് രീതിയാണ്. അപ്പം അങ്ങനെയുള്ള ആളാണ് അൻവർ ബിസിനസ് തന്നെയാണ്, നല്ല ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ അൻവർ ഇങ്ങനെ ആലോചിക്കാതെ ചെയ്യും നിങ്ങൾക്ക് തോന്നും. പക്ഷെ അൻവർ ഇപ്പോൾ പറഞ്ഞത് ഈ ചൊറിയും ചിരങ്ങും പിടിച്ചവരെ അകറ്റി നിർത്തുന്നത് പോലെയാണ് എന്നെ UDFിൽ നിന്ന് ചിലർ അകറ്റി നിർത്തുന്നത്. അതല്ലേ ഇത് അൻവറിന് UDF പോകാൻ എന്ത് അവകാശമാണുള്ളത്? രാഹുൽ ഗാന്ധിയുടെ DNA നരേന്ദ്രമോദി പോലും ഏറ്റവും വലിയ നരേന്ദ്രമോദിയുടെ മരണത്തിന്റെ കച്ചവടക്കാരൻ വ്യാപാരി എന്ന് വിളിച്ചു നടന്ന സമയത്ത് മോഡി അന്ന് ശക്തമായി ഇവരെ അറ്റാക്ക് ചെയ്യുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തികളെ നിങ്ങളെ അങ്ങേര് പോലും പറയാത്ത, പ്രവീൺ തൊഗാഡിയ പോലും പറയാത്ത രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണത്. അതിവിടെ പറഞ്ഞിട്ട് നടന്ന ചില ആളുകളുണ്ട്. അത് എന്ന് വെച്ചാൽ RSS എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചില ആളുകൾ ഈ നെഹ്റു കുടുംബം എന്ന് വെച്ചാൽ മുസ്ലിം കുടുംബം തന്നില്ല. അതൊന്നും ആരും അംഗീകരിക്കുന്നില്ല. ഒരു സന്തോഷത്തിൽ പറയുന്നതല്ലാതെ ഒഫീഷ്യലായിട്ട് എനിക്കറിയാം BJPയുടെ RSSന്റെ ഒരാൾ പോലും അതുകൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ സോക്കോള് ബുദ്ധിജീവികളാണ് ഇവരെ കയ്യടി കിട്ടാൻ നടക്കുന്ന ആളുകൾ പറഞ്ഞു എന്നല്ല ആ രീതിയിലുള്ള വർത്തമാനം. അൻവർ അങ്ങനെ പറഞ്ഞു, രാഹുലിന്റെ DNA ടെസ്റ്റ് ചെയ്യണമെന്നൊരു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അൻവറിന് UDFിന് എന്ത് സ്ഥാനമുള്ളത്? ആലോചിച്ച് UDF അകറ്റി നിർത്തുന്നതുമായ എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? പക്ഷേ UDFിൽ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ അൻവറിനെ പിന്തുണയ്ക്കും. അത് കോൺഗ്രസ് ഒരു വിഭാഗം നേതാക്കൾ മോഡിനെയും പിന്തുണയ്ക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണല്ലോ. പിന്നെ സുധാകരൻ പോലും സുധീരൻ ക്ഷണിതാവല്ലോ, അങ്ങനെ മെമ്പറാണ്. അതുപോലെ ഈ ഗുജറാത്ത് കലാപം നടന്ന ഉടനെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഡൽഹിയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി മോഡിക്ക് കൈകൊടുത്തു എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നോക്കുന്നുണ്ടാവും. അത് നമ്മൾ അറിയപ്പെടുന്ന ഒരാളാണെന്ന് അന്ന് ചർച്ചയും വന്നിരുന്നു. പക്ഷേ അതേ പേര് നമുക്കറിയില്ലല്ലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ. ഞങ്ങളുടെ പത്രക്കാരൻ ന്യൂസാണ്. അപ്പം കോൺഗ്രസിൽ നരേന്ദ്രമോദി കോൺഗ്രസ് അങ്ങനെ ഒരു പ്രസ്ഥാനമാണ്. എല്ലാവരും ഒരേ വായി സംസാരിക്കണം ഒരു നിർബന്ധ പ്രശ്നമില്ല. ഒരു പരിധി വിട്ടു പോയതെന്ന് മാത്രം. അപ്പം അൻവർ അത് പറയാനുള്ള ധാർമ്മികമായിട്ട് ശരിക്കും ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. അതിന്റെ കാരണം ഈ VD സതീശന്റെ മാപ്പ് കുന്നംകുളം മാപ്പ് എന്ന് പറഞ്ഞാലുണ്ട്. ഫിലോമിന മറ്റേ സിനിമയെ പറഞ്ഞ പോലെ. അപ്പോ ഇത് VD സതീശനെതിരെ പണ്ടൊരു ഉണ്ടയില്ല വീടി പൊട്ടിച്ചതാണ്. അതെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ VD സതീശൻ പഠിക്കുന്നത് പണ്ടേ ഇവരൊക്കെ ബേസിക് നാച്ചർ ഉണ്ട്. VD സതീശൻ ഈ പറഞ്ഞ ഒരു പിണറായി ടൈപ്പ് കക്ഷിയാണ്. ഈ കാലഘട്ടത്തിൽ പിണറായിസോ മോഡിസോ ആണ് നിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ എന്നാലേ നിൽക്കാനും പറ്റുള്ളൂ. അതിനും വേറെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ കാര്യം കൊണ്ട് സെൻട്രൽ ട്രാവൻകൂറിലുള്ള ചില ആളുകളെ ഗവനിച്ചിട്ടില്ലെങ്കിൽ ഉള്ള സീറ്റും കൂടി കുറയും. അത് ഓർത്താൽ കോൺഗ്രസിന് നന്ന്. സെൻട്രൽ ട്രാവൻകൂർ പൊളിറ്റിക്സിൽ ചില ആളുകളൊക്കെ വളരെ നിർണായകമാണ്. അവരെ ഈ അഹങ്കാരം അവിടെ പോയി പിണറായി പോലും അവരോട് അഹങ്കാരം കാണിച്ചിട്ടില്ല. അവർക്കൊക്കെ ഡ്യൂ റെസ്പെക്ട് കൊടുത്താണ് 2016 പിണറായി അധികാരത്തിൽ വന്നത്. അറിയാലോ, ഞാൻ കൂടുതലും പറയണ്ടല്ലോ. അല്ല 2021 അത് തന്നെയാണ്. 2020 കുറച്ചൊരു ഈ കൊറോണയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊരു ശബരിമലേൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2016 കൃത്യമായി കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അൻവറിന് എനിക്ക് താല്പര്യം അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ട്. കാരണം വെച്ചാൽ എങ്കിലല്ലേ കോൺഗ്രസിന് വോട്ട് സ്പ്ലിറ്റ് ആവുള്ളൂ, എങ്കിലല്ലേ CPM-ന് പാട്ടും പാടി ജയിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.